വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ വോട്ട് ചെയ്യാൻ ആദ്യമെത്തിയത് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. രാവിലെ 6:30 സുരേഷ് ഗോപി കുടുംബസമേതം പോളിംഗ് ബൂത്തിലെത്തിയത്. മുക്കാട്ടുകര സെന്റ് ജോർജ് CLP സ്കൂളിലെ ബൂത്ത് നമ്പർ 115-ൽ ഭാര്യ രാധിക, ഭാര്യ മാതാവ് ഇന്ദിര, മക്കളായ ഗോകുൽ, ഭാഗ്യ, മാധവ് എന്നിവരും വോട്ട് രേഖപ്പെടുത്താൻ ഒപ്പമുണ്ട്. കേരളത്തിന്റെ ഹൃദയവികാരം മാനിച്ച് തൃശൂരിലെ സമ്മതിദായകർ അവരുടെ വിരൽത്തുമ്പിലൂടെ താമരയെ തൊട്ടുണർത്തി തൃശൂരിനെയും അതുവഴി കേരളത്തെയും വിരിയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായാണ് വോട്ട് ചെയ്യാൻ സാധിച്ചത്. അതാണ് ഏറ്റവും മഹത്തായ കാര്യം. ഒന്നാമത്തെ വോട്ട് തന്നെ എനിക്ക് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഒരു മുതിർന്ന പൗരനെത്തി, പിന്നെ 10ാമത് വോട്ട് ചെയ്യാവുന്ന സ്ഥിതിയിലെത്തിയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമരയെ തൊട്ടുണർത്തി തൃശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കും എന്ന ആത്മവിശ്വാസം മാത്രമാണ്. അതിൽ കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. സന്തോഷം. എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനുള്ള അവസരം. അതാണ് ഏറ്റവും വലിയ മഹത്വമായത്. ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ സീനിയർ സിറ്റിസൺ എത്തി, പിന്നെ ബൈസ്റ്റാൻഡർ ഉണ്ടാവും, പിന്നെ ഞാൻ അത് 10ാമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് നിശ്ചയിച്ചു. ഉറപ്പിക്കണ്ടേ? ഏതൊക്കെ ഘടകങ്ങളാണ് അനുകൂലമായി നിൽക്കുന്നത്? ഏതൊക്കെ ഘടകങ്ങളാണ് അനുകൂലമായി നിൽക്കുന്നത്? എല്ലാ ഘടകങ്ങളിലും കഴിഞ്ഞ 10 വർഷത്തെയെങ്കിലും MP-മാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിളക്കം ചാർത്തിയത്, അല്ലെങ്കിൽ അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ അവരുടെ ലഭ്യതകൾ ആ വിലയിരുത്തൽ തന്നെ അത് മാത്രം മതി വിജയിക്കാൻ. ഏറ്റവും നല്ല 10 വർഷത്തെ MP-യുടെ ഡ്യൂട്ടി, MP-യുടെ റെസ്പോൺസിബിലിറ്റി, അത് ജനങ്ങളുടെ പക്ഷത്ത് എത്ര അത് വിലയിരുത്തിയാൽ മതി. അത് തന്നെയാണ് വിജയസാധ്യതയുടെ വലിപ്പവും. അത് തന്നെ ഇത്ര നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമെന്ന് പ്രതീക്ഷിച്ചാണോ തുടങ്ങിയത്? അത് ഇത്തിരി കടുപ്പായി. ഒന്നാമത് അല്ല, കഷ്ടപ്പാടും മറ്റൊന്ന് ഇത്രയും ദിവസം ജനങ്ങൾ സഹിക്കേണ്ടി വരുന്നു. ഈ ഒച്ചയും ഇത്രയും ദിവസം സമ്പർക്കം എന്ന് പറഞ്ഞ എത്ര പാർട്ടിക്കാരാണ് കയറി ഇറങ്ങുന്ന വീടുകളിൽ? എത്ര ചെലവാണ് അധികരിച്ചു പോകുന്നത്? 95 അല്ലെങ്കിൽ 97 ലക്ഷമേ ചെലവാക്കൂ എന്ന് പറയുന്നു. ചെലവാക്കാവൂ എന്ന് കർശന നിർദ്ദേശം. എന്നിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി വെച്ചാൽ അത് വലിയ ഒരു ജക്സ്റ്റപ്പോസിഷൻ. ഒരിക്കലും ആ രണ്ട് അഭിപ്രായവും കൂടെ ചേർത്ത് പാർട്ടിയുടെ ഒരു പൊതുവിലയിരുത്തൽ എങ്ങനെയാണ് ഈ മണ്ഡലത്തിന്റെ സ്വഭാവം വെച്ചിട്ട്? ഈ മണ്ഡലത്തിന്റെ അല്ല, അവര് പാർട്ടിയുടെ വിലയിരുത്തലല്ല, അവരുടെ നിശ്ചയം തൃശൂർ വഴി അതുപോലെയുള്ള കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ വഴി അവർക്ക് നേരിട്ട് അവരുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധികളാവണം. അവർ വഴി കുറച്ചുകൂടി കാര്യക്ഷമമാണ്. പദ്ധതി ഓരോന്നായിട്ടെടുക്കും. കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് മുദ്ര എടുത്തു? കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് നമ്പേഴ്സ് പറയുന്നു?